സംസ്ഥാനത്ത് വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. നമ്മൾ കണ്ണൂർ മണ്ഡലത്തിലെ സമഗ്രമായ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, കണ്ണൂരിൽ ആദ്യഘട്ടങ്ങളിൽ മികച്ച പോളിംഗാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആദ്യ മണിക്കൂറിൽ ഇപ്പോൾ എങ്ങനെയാണ് പോളിംഗ് മുന്നോട്ട് പോകുന്നത്? എല്ലാ ബൂത്തുകളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായും മനു, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കനത്ത പോളിംഗ് തന്നെയാണ് ആദ്യ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലുള്ള ഒരു പോളിംഗ് സ്റ്റേഷനകത്താണ്. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ ആദ്യ മണിക്കൂറുകളിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 27.54% ആണ് ഇരിക്കൂറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പോളിംഗ്. ഏതായാലും രാവിലെ മുതൽക്ക് തന്നെ പോളിംഗ് ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര പോളിംഗ് സ്റ്റേഷന് പുറത്ത് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. ആ ക്യൂ ഇപ്പോഴും അതേപടി തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വോട്ടർമാർ അഭിപ്രായപ്പെടുന്നത് ഉച്ചയ്ക്ക് കനത്ത ചൂടായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്യാനായി എത്തി എന്നുള്ളതാണ് കൂടുതൽ വോട്ടർമാരും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കനത്ത പോളിംഗിന് ഇടയാക്കിയതും അതുതന്നെയാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കനത്ത മത്സരം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം എന്നുള്ളൊപ്പം തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്ത ലോക്സഭാ മണ്ഡലം എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ RC അമല സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മൊറാഴ CH കമ്മാരൻ സ്മാരക UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. LDF കൺവീനർ EP ജയരാജൻ അരോളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇത്തരത്തിൽ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ കണ്ണൂർ ജില്ലയിൽ ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും എല്ലാ മണ്ഡലങ്ങളിലും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട 7 നിയോജക മണ്ഡലങ്ങളിലും കനത്ത പോളിംഗ് തന്നെയാണ് തുടരുന്നത്. മനു, കണ്ണൂരിൽ ഇപ്പോഴും കനത്ത പോളിംഗ് തുടരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ട ക്യൂ അതേ രീതിയിൽ തന്നെ ഇപ്പോഴും പല ബൂത്തുകളിലും തുടരുന്നു എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ വോട്ട് ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉണ്ടായിരുന്നു, EP ജയരാജൻ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വോട്ട് ചെയ്ത ഇടം കൂടിയാണ്.